അറബ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ നടത്തുന്ന കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല. ആക്രമണം ഉയർത്തുന്നത് സ്ഥായിയായ സുരക്ഷ ആശങ്ക തന്നെയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് ഡ്രോണുകളായിരുന്നു UAE ലക്ഷ്യമാക്കി വന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ അവിടെ നിർവീര്യമാക്കാനും തകർത്ത് തരിപ്പണമാക്കാനും ഇവിടെ സാധിച്ചു എന്നതാണ് എടുത്തു കാണിക്കുന്നത്. അതേപോലെ തങ്ങളെ ഇനിയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഇറാൻ അവർ വിചാരിക്കുന്നതിലും വലിയ തിരിച്ചടി ഇവിടെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നൽകുന്നത്. UAE നയതന്ത്ര ഉപദേഷ്ടാവായ ഡോക്ടർ അൻവാർ ഗാർഗേഷ് ആകട്ടെ ഇറാന് നേരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കേവലം വെടിനിർത്തൽ അതിൽ ഒതുങ്ങില്ല എന്നും ദീർഘകാല പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതാണ് ലക്ഷ്യമെന്നതായിരുന്നു അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. മേഖലയിൽ ആണവ സുരക്ഷ ഉൾപ്പെടെ തന്നെ ഉറപ്പാക്കുന്ന ശാശ്വത സമാധാനമാണ് തങ്ങളുടെ മുന്നിലുള്ളത്. ഇറാന്റെ ആക്രമണം ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശാശ്വത സുരക്ഷ ഉറപ്പാക്കുന്ന ആണവ ഭീഷണി, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ പ്രതിരോധിക്കുന്ന ജലപാതകളുടെ ഭീഷണി അവസാനിപ്പിക്കുന്ന പരിഹാരങ്ങളിലേക്കാണ് ഇവിടെ തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഇദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ ആകട്ടെ UAE ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യമിടൽ അത് തുടരുന്നതിനിടയിലാണ് ഇത്തരം ഒരു പരാമർശം പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ UAE വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നുണ്ട് എന്നും സംഘർഷം ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഇവിടെ സായുധ സേനയാകട്ടെ ശക്തമായി തന്നെ നിലകൊള്ളുകയാണ്. അതേപോലെ തന്നെ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും UAE പ്രവേശിക്കാതെ തന്നെ തടയുകയും അധികൃതർ അത് വേണ്ട മുൻകരുതലുകൾ എടുത്തതായി തന്നെ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ മിസൈൽ അവശിഷ്ടം പതിച്ചുകൊണ്ട് ഒരാൾ കൂടി പരിക്കേറ്റുവെന്നും കുവൈറ്റിൽ വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായതായും വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കൽ അത് തുറന്നു നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. അതേപോലെ ഇറാൻ നിരുപാധികമായി തന്നെ ജലപാത വീണ്ടും തുറന്നില്ല എങ്കിൽ ഇറാനിയൻ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഈ മേഖലയിൽ അമേരിക്കയുടെയും അതേപോലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുന്ന പോലും തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ തന്നെ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നതായി ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഹോർമൂസ് ദ്വീപിൽ വെച്ചാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നതെന്നായിരുന്നു മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.